ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. ഇപ്പൊ ഞങ്ങൾ ഉള്ളത് എവിടെ ചെപ്പോ ഏതൊരു ഐലൻഡിലാണ്. അടിപൊളി എൻജോയ് ചെയ്തിരിക്കണേ. 2-3 ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണേ. എന്തൊക്കെ ചെയ്തു? കടലിന്റെ അടിപൊളി മീനുകളൊക്കെ കാണാൻ പോയി. എന്റെ പൊന്നും മാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. ഇപ്പൊ അങ്ങനെ ഞങ്ങള് ലഞ്ച് കഴിച്ചാൽ വന്ന് ഇരിക്കാണ്. ഞങ്ങൾ രാവിലെ മുതൽ പോകുന്ന മുതലുള്ള വീഡിയോസ് ഒക്കെ കണ്ടുവരുമ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നല്ല ഫീലിംഗ് ആണ്. ഞാന് നല്ല വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കണ്ടുവരുമ്പോഴേക്കിന് എന്തെങ്കിലും ഫുഡ് ആയിക്കട്ടെ. ഭയങ്കര ഒമറ്റിക്കിന്റെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞങ്ങളുടെ 8:45 ആയിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഷെബു കുടിച്ച ഞങ്ങളെല്ലാവരും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പിന് വേണ്ടി പോവാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പാക്കേജസ് കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോണത്. അതായത് ഉമ്മാൻ്റെ ഏട്ടനുണ്ട്, ഉമ്മാൻ്റെ ഏട്ടൻ്റെ മോളുണ്ട്, ഞങ്ങളെല്ലാവരും ഉമ്മ ഉണ്ട്. ഞങ്ങളെല്ലാവരും പാടെയാണ് പോണത്. ഇന്നലെ രാത്രി ചെന്നിട്ട് ഞങ്ങൾ പാക്കേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ കണ്ടു. ഇന്നലെ ഫിക്സ് ചെയ്തു, ഇന്നലെ പോവാണ്. പിന്നെന്താ, അപ്പോൾ നമ്മളെ ഫാമിലിക്കും ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാമല്ലോ. മാലദ്വീപ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആമിക്കൂട്ട ആദ്യം അങ്ങനെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഷെബു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമില്ല ഫുഡ് സാധനങ്ങൾ. കാരണം നമ്മൾ രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 3:30 ആ ടൈമിലാണ് വരിക എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ ഇൻഷാല്ലാ പോകുമ്പോൾ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. നമ്മളെ കൂടെ നമ്മൾ മാത്രമല്ല ഒരു 11 പേരാണ് പറഞ്ഞത്. ഇനി ആൾക്കാർ കൂടിയിട്ടുണ്ടാവും. നമ്മൾ 5 പേര്. ആദമും പിന്നെ വേറെ കുട്ടിയുണ്ട് ഫാമിലി തന്നെ. പിന്നെ നമ്മളെ കൂടെ വേറെ ആൾക്കാരുണ്ട്. അപ്പം ഇനി ഡീറ്റെയിൽസ് ആയിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി അവിടെ നിന്നാണ് പാക്കേജ് എടുത്തത്. നമ്മളെ കാനി ടൂറിസ്റ്റ് നമ്മളെ ഹോട്ടലിൻ്റെ സെയിം ഡീലേഴ്സാണ്. അവരവിടെ കൗണ്ടർ ഇട്ടിട്ടുണ്ട്. അതേമാതിരി സ്കൂബ ഡൈവിങ്ങിൻ്റെതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏരിയ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തോല് കാണിട്ടോ. പിന്നെ അതങ്ങനെ ഇവിടെ ഒരു കുട്ടി ബ്ലോഗറും കുട്ടി ഉമ്മയുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്താ ഞാനല്ല പറഞ്ഞു കൊടുക്ക്. വാ, എൻ്റെ ചാനലിൻ്റെ പേര് പറ കുഞ്ഞുമോള്. എൻ്റെ ഡിയാസ് അങ്ങനെ ഇപ്പോൾ ഒരു കുഞ്ഞ് ചാനൽ ഇട്ടിട്ടോളൂ. നല്ല കാര്യമായിട്ട് വ്ളോഗിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതങ്ങനെ ഉമ്മ കാര്യമായിട്ട് കുട്ടീനെ വ്ളോഗ് എടുത്ത് ഇറക്കുകയാണ്. നമ്മളോട് ഇവിടേക്ക് ഇരിക്കാനാണ് പറഞ്ഞത്. ഷെബു ഇങ്ങോട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഏരിയ കാണാത്തവരൊക്കെ നമ്മളെ കഴിഞ്ഞ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഹലോ, നമ്മളിവിടെ ഇവിടെ ഉള്ളിൽ വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ ഹോട്ടലാട്ടോ. ഷെബു ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താ. ഫോമേ കടലിൽ പോയി കഴിഞ്ഞാൽ തട്ടിപ്പോയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. 5%. എന്താ ഫോമോ കേട്ടോ. എന്താ ഷെബു എന്താ ഫോം? എന്തിന്റെ ഫോമാണ് ചോദിച്ചോക്കാം. വിച്ച് ഫോം ദീസ്? റിസ്കിന്റെ അല്ലേ? കണ്ടോ. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നമാതിരി ബന്ധുക്കാർക്ക് മുഴുവൻ ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മളെ ഇതിവിടുന്ന് വിടുക. സേഫാണ്. എന്നാലും ഓൽക്ക് റിസ്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഓൽക്കേ ഫോർമാലിറ്റീസ് ആണ്. അപ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇവിടെ ജാക്കറ്റ് തന്നിട്ടുണ്ട്, ടവൽസ് തന്നിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ. സ്വിമ്മിങ് അറിയുന്ന പറഞ്ഞപ്പോൾ ഇതെനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓക്സിജൻ മാസ്ക്. ഓക്കെ, ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടോ ജാക്കറ്റ്. അപ്പട്ടരാ വാ. മറ്റോന് പിന്നെ ഒരു ഭാഗത്ത് നിൽക്കാത്തതുകൊണ്ട് വാ അപ്പട്ടരാ. ഇതുണ്ടെങ്കിൽ ആദമ തകർക്കും. കാരണം ആദമിൻ്റെ ഇത് ഇട്ടെടുത്ത ചുട്ടെ. അല്ല പച്ചോനെ, ഇതുണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. ആദം അടിപൊളിയായിട്ട് നീന്തും. സോ ഇതാണ് നമ്മളുടെ ഞങ്ങൾ പാക്കേജ് ഒക്കെ എടുത്ത ആളാട്ടോ. അബ്ബോ. ഓക്കെ, ഇയാൾ ഇവിടെ മാൽദീവ്സിയനാണ്. യു മാൽദീവൻ? മാൽദീവ്സിയൻ. നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിക്കണേ. അത് സെറ്റായി. അത് ഇതുണ്ടെങ്കിൽ തകർക്കൂട്ടോ, അടിപൊളിയായിട്ട് നീന്തും. അപ്പൊ ഇൻഷാല്ലാ ഇനി നമ്മള് ബോട്ടൊക്കെ കയറി പോകാനാവുമ്പോ കാണട്ടോ. ഹലോ, അതാകണം. ഇപ്പൊ നമ്മൾ പോവാട്ടോ. നമ്മളെ ബോട്ടിക്ക് പോവാണ്. നമ്മളെ കൂടെ ബാക്കിയുള്ളവരെന്നൊക്കെ പറഞ്ഞ വിദേശികളാണ് ഒക്കെ. അപ്പൊ നമുക്ക് സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്ന് ഇപ്പൊ ഒരു സമയം 10 മണിയായിട്ടോ. നമ്മളോട് 9 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. പക്ഷെ 10 മണിയായി. എല്ലാവരും ബാക്കിലുണ്ട്. നമ്മളിപ്പോൾ പോയിരുന്നത്
ഗ്രൂപ്പാണ് കേട്ടത്, ഫുള്ള് വിദേശികളാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ബോട്ടിൽ കയറിയിട്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൻ്റെ അടുത്ത് എത്തി. നമ്മളവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ബോട്ട് റെഡി ആയിട്ടില്ല തോന്നുന്നുണ്ട്. ബാക്കിൽ കാണുന്ന ടീംസായിട്ട് നമ്മളപ്പം പോയിരുന്നേ. അത് ഹായ് പറഞ്ഞ ഹായ്. അത് നല്ല ത്രില്ലിലാണ്. അടിച്ചു പൊളിച്ചു നമ്മള്, സൂപ്പർ ആവൂലേ? അടിച്ചു പൊളിച്ചു. നമ്മളെ ടൈമായിട്ടോ. ഓക്കെ, നമ്മളെ ക്രൂസ് കേട്ടോ ടീം. ആദ്യം കയറിയാണ്ട് സൈഡ് സീറ്റ് പിടിച്ച് കയറിയില്ലേ, അങ്ങനെ സൈഡ് സീറ്റ് പിടിച്ചാട്ടത്. ടീംസുകളൊക്കെ ഇതിൽ കയറിട്ടോ. ഉമ്മയും ഷബും ഇവിടെ ബാക്കിലാണ്, ബാക്ക് ബെഞ്ചേഴ്സ്. നമ്മളിപ്പോ ഇതിപ്പോ എന്താ യാത്ര പുറപ്പെടും. അപ്പോൾ എവറിത്തിങ്സ് ഓക്കെ. ഇനി നമുക്ക് പോണ വഴിക്കില്ല ഓരോ വിശേഷങ്ങൾ കാണാം കേട്ടോ. And Captain Adipe and our pro agent. Okay, this is our full day trip snorkeling. We gonna 3 place snorkel and dolphin watching. After we come back to sandbank, take a lunch. Okay, and snorkeling means we jump every reef is deep. Okay, like 20 or 30 meters deep, but we can float and slowly we swim. Okay. And also, please don't try to touch any marine life, okay? Coral, fish, anything, okay? നമുക്ക് ബോട്ടിൽ കയറിയൊക്കെ അവർ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ 2-3 കുപ്പിയൊക്കെ വെള്ളം ഏറ്റി പോകുന്നു. അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത സ്പീഡിൽ. ഇതാണ് നമ്മളെ ഇതിന്റെ ഡ്രൈവർ കേട്ടോ. അമ്മാരി സ്പീഡിലാണ് പോണറിയോ. റെഡി ആയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഫസ്റ്റ് സ്പോട്ടാണ് കേട്ടോ അത്. നമുക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല, വസിക്കൊക്കെ സ്വിം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ റെഡിയായി ചാടാൻ പറയുന്നുണ്ട്. പിന്നെ വേറൊരു ഐലൻഡ് ഉണ്ട്, അവിടേക്ക് പോയതെന്ന് പറഞ്ഞു. അതൊരു പ്രൈവറ്റ് സ്പോട്ട് അതല്ലേ. ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ അത് റെഡി ആയിട്ടോ. ഞാൻ അടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വർത്താനം പറയാൻ പറ്റില്ല, കാരണം ഇതാ ഈ സാധനം വെക്കണം. അപ്പോ ചാർജ് കേട്ടോ. ആൽമ കണ്ടോ അലാക്കിന്റെ മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. സ്വിമ്മിങ് തന്നെയാണ്. സംസാരിച്ചിട്ട് കേക്കുണ്ടോ? ഓക്കെ ബ്രോ. വസി ഇവിടെ ഗോപ്രോയില് വീഡിയോ എടുത്തോണ്ട് കേട്ടോ. വസി എങ്ങനെയുണ്ട്? അവര് സ്വിം ചെയ്യാൻ നോക്ക്, അടിപൊളി. Okay. Right. Perfect. Okay. Water is coming inside. You do. Okay. Don't remove. Okay. Yeah.
അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അടിയത്തെ വിഷ്വൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് കമ്മിയുണ്ടേ, ശരിക്കും ഫീൽ ചെയ്യണില്ല. How is? I can't breathe. Hi. Hi, hello. Yeah, for the boat. ഞാനിവിടെ ഒരു പുറ്റുണ്ട്, ആ പുറ്റുമേ നിൽക്കണേ. അല്ലാ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് പോയോട്ടെ. ഇപ്പൊ ഒരു കരയെത്തി നിൽക്കാട്ടോ. കര എന്ന് പറഞ്ഞാൽ കാല് തട്ടുന്നുണ്ട് കേട്ടോ. എല്ലാരും ഉണ്ട്. എന്റെ കാൽമട്ടതേ കുറച്ച് ലൂസ് അതുകൊണ്ടുണ്ട്. ഭയങ്കര ഒരു ഗതിയുടെ. ഓക്കെ, നമ്മളെ ബോട്ട് അവിടെ കിടക്കണേ. അവിടേക്ക് എത്തുമ്പോഴേക്കിന് അടപ്പ് വരും. ഇവനാണ് നമ്മളെ മാസ്റ്റർ കേട്ടോ. ഇപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കണ്ട എല്ലാവരും. ഒക്കെ മുങ്ങി കിടക്കണ കളി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത്ര റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് എടുത്ത് പോരൂല. കാണണ്ടല്ലോ, കാണാനല്ലോ ഇതൊക്കെ. ഇപ്പൊ തന്നെ നീന്തൽ തുടങ്ങിയാല് അവിടേക്ക് എത്തും. നീന്തല്ലോട്ടെ ഞാൻ boat. Yeah, okay. Because many time Direct is okay. Boat that side have step, okay? Okay. Okay. There you can walk, okay? Okay. Engine side. Okay. ഓനെ നീങ്ങാൻ ബാക്കിൽ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി കയറാം. ഞാൻ പോയോ കേട്ടോ. ഇപ്പോൾ പോയാലും അവിടെ എത്തുള്ളൂ. കടലോളം കയറിയിട്ടാണ് ആകെ കയറ്റിയിട്ട്. കടൽ വന്നാൽ കടൽ കയറൂല അല്ലേ, വെള്ളം കയറൂല അല്ലേ. അതാട്ടോ വേറൊരു ദ്വീപ്. ഫൈനലി നമ്മളെ ബോട്ടിനടത്തിട്ടോ. ഇത് നമ്മളെ ബോട്ടിൽ കയറി നിന്നിട്ടുള്ള കാഴ്ച കേട്ടോ. നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശുഭണ വരുന്ന കേട്ടോ. ശബ എൻജോയ് ചെയ്തു. ശബ എൻജോയ് ചെയ്യുന്നുണ്ട്. ശബ എങ്ങനെ ഉണ്ടേ? നിക്ക് നമ്മളെ കരുതിയ മാതിരിയല്ല, ഡിഫിക്കൽട്ട് ആട്ടോ. നമുക്ക് മാസ്റ്റർമാരാട്ടോ. ഓലെ നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ടായിട്ട് ശരിക്കും നമ്മളെ കയ്യിൽ പിടിച്ചോണ്ട് ഹാൻഡിൽ ചെയ്ത് നമുക്കൊക്കെ കാണിച്ചു തരുന്നുണ്ടോ. ഉമ്മക്ക് ഇറങ്ങാൻ നിൽക്കണം. ഉമ്മക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇന്ന് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് ഉമ്മ. ടീച്ചർമാർ ഇറങ്ങിയോ? ടീച്ചർമാർ ഇറങ്ങണം എന്ന് അറിയുന്നുണ്ട്. ഓളൊന്ന് ചാടി. അതുവിനകണ് മാസ്റ്റർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓന് പേടിയൊന്നുമില്ല. നമ്മളെ ഉൽപ്പ പോയി ചാടി ഓനക്കത്ത് കടലില്ലേ. ഓന് പിന്നെ അതിനറിയില്ല. മീനുകളെ കാണുന്നുണ്ടെങ്കിൽ
ഹലോ ഷെബിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അറക്കറ്റുണ്ട്. ആ ഞാനുണ്ടല്ലോ എനിക്ക് വായ തുറക്കാൻ അണ്ടർ വാട്ടർ ഞാൻ കണ്ടിട്ട് ഞാൻ തരിച്ചു. വെള്ളത്തിന്റെ അടി നമ്മൾ ആദ്യമായിട്ടല്ലോ കണ്ടത്. ഞാൻ ഈ ചാടിക്ക് ഭയങ്കര പേടിയുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ അടി നമ്മളെ ലോകത്തിനെക്കാട്ടിയും നമ്മളെ ഭൂമിനെക്കാട്ടി അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രക്ക് കളർഫുൾ മീനുകളെ ഞാൻ കണ്ടു. കുറെ ഐറ്റംസ് നമുക്ക് കാണാത്ത കുറെ സംഭവങ്ങൾ മഞ്ഞയും ചോപ്പും പച്ചയും നീലയും അടിപൊളിയാണ്. അപ്പൊ ഇവിടുത്തെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളിഞ്ഞു നേരെ അപ്പുറത്തെ ദ്വീപിക്ക് പോവാണ്. ചിലപ്പോ ഇതിലാറ് ഉഷാറായിരിക്കാം, ചിലപ്പോ ഇതിലാറ് മോശമായിരിക്കാം, എന്താ അറിയാം. ഇവിടുത്തെ അടിപൊളിയായിരുന്നു. നമുക്കിനി ഇത് ഫസ്റ്റ് ഇതന്നെ കണ്ടതുകൊണ്ടാണോ എന്ന് അറിയില്ല. അടിപൊളി കേട്ടോ. അണ്ടർ വാട്ടർ ആ മീനുകളെ കണ്ടപ്പോ തരിച്ചു പോയി. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോയിട്ട് നേരെ അപ്പുറത്തേക്ക് പോവാം കേട്ടോ. നമ്മള് സെക്കൻഡ് നമ്മൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ആമ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അവര് ആമനെ വിളിച്ച് കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞിട്ടവര്. അതായത് ഓല് കണ്ടു കഴിഞ്ഞാൽ മാത്രം വള്ളത്തിൽ ചാടി മതി, ആമന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, ആമനെ കാണാം, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആമനെ കാണാം. അടിയിൽ വലിയ ആമനെ കാണാമെന്നുണ്ട്. കാണാൻ നല്ല പൂതിയുണ്ട്. നമ്മള് ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്താ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. നമുക്ക് വിഷ്വൽസ് ഇങ്ങനെ കാണിട്ടോ. ഇമ്മ പോന്നപ്പോ പേടിയെന്ന് പറഞ്ഞു കേട്ടോ. ഇമ്മ അടക്കം സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ചാടിയേ തീരുള്ളൂ. ഈ സാധനത്തിൽ കൂടെ അല്ല നമ്മള് ബ്രീത്ത് ചെയ്യാം, മൂക്കി കൂടെ അല്ല കേട്ടോ, വായ കൂടെ. അപ്പൊ ഇതമ്മ ഇങ്ങനെ ഇത് കടിച്ചു പിടിക്കുക, ഇങ്ങനെ തന്നെ കടിച്ചു പിടിക്കുക, ചാടുക. സെറ്റായി. ഇന്ന് ചാടുവോ? ചാടും. നീന്താനൊന്നും അറിയില്ല കേട്ടോ. ചാടുന്നില്ല കോൺഫിഡന്റ് ഇല്ലേ? എനിക്കും അറിയില്ല കേട്ടോ നീന്താൻ. നിങ്ങൾക്ക് അറിയാലോ, എനിക്കറിയില്ല എന്നത്. ഞാനൊക്കെ ചാടി അടിപൊളി. കുറച്ച് സെറ്റായി കഴിഞ്ഞാൽ അതല്ല ആയില്ലെങ്കിൽ നമ്മളിന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നമ്മളേ ഇറങ്ങാൻ നോക്കട്ടോ. ചാടിക്കോട്ടോ. നമ്മളിപ്പോഴും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയിപ്പോ നമ്മളിങ്ങനെ കറങ്ങി കൊടുക്കണം. റൗണ്ട് ചുറ്റുന്നുണ്ട്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചെറുതായിട്ട് ഛർദിക്കാൻ വരുന്നുണ്ട്. വെള്ളത്തിന്റെ കളർ ഉണ്ട് നിങ്ങള്? വെള്ളത്തിന്റെ കളറൊക്കെ വേറെ കളർ. ഇതൊക്കെ ഛർദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. നല്ല വൊമിറ്റിങ് ഫീൽ ചെയ്യുന്നുണ്ട്. വരുന്നൊരു കുഴപ്പമില്ല. ഒന്ന് നമ്മളിങ്ങനെ റൗണ്ട് ഇറ്റ് തന്നെയാണ്. 10 മിനിറ്റായി ഇതുവരെ കണ്ടിട്ടില്ല. ആമനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളോട് ചാടാൻ പറഞ്ഞു. ഇപ്പൊ ചാടുക കേട്ടോ. ഷെബു സ്വിമ്മിങ്ങിനൊക്കെ റെഡി ആയിട്ട് സ്വിം ചെയ്യാൻ പോട്ടോ. ഷെബു ഓൾ ദി ബെസ്റ്റ്.
Yeah, let them build this mouth. The choice what you see are choice. Try to look down. ശിവന്താ സമയങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ എങ്ങനെ ഷിബു? ആ വോമിറ്റിങ് പോയില്ലേ? ഷെഫിനെ വോമിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ ഓല് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ വോമിറ്റിങ്ങിന്റെ പ്രശ്നം പോകുന്നതാണ്. വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ ഫീലിംഗ് പോയിട്ടോ. കാരണം ഈ ബോട്ട് ഇങ്ങനെ ആടുന്നതുകൊണ്ടാണ് നമുക്ക് വോമിറ്റിങ് എടുക്കുന്നത്. കണ്ടോ ബോട്ട് ഉണ്ടോ? ബോട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാണ് ഈ വോമിറ്റിങ്. ഓക്കെ അല്ലേടി? ബെറ്റർ ആയില്ല അപ്പൊ? You did it, Jadu! Look at how he's going. Wow! It's like a dolphin show. Yeah. Hi. Say hi. നമ്മളിപ്പേ ലഞ്ച് കഴിച്ചാൻ വേണ്ടി വന്ന് നിർത്തി കേട്ടോ. ഇത് നമ്മളെ 4ാമത്തെ ആക്ടിവിറ്റി. നമ്മൾ നിൽക്കുന്ന ഏരിയൻ്റെ ഒരു ഡീറ്റെയിൽ മൊത്തത്തിലൊരു വ്യൂ കാണിച്ചു കേട്ടോ. അതാ കണ്ടോ? അടിപൊളി. അത് നമ്മൾ വന്ന വണ്ടി ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ഇനി ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് വേറൊരു ഐലൻഡിലേക്ക് പോകണം. ഡോൾഫിൻ്റെ വേറെ സ്ഥലമുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളൊക്കെ ഞാൻ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ വീഡിയോ നമ്മൾ ഫുള്ള് ഇൻഷാല്ലാ അതിൽ വീഡിയോ ഇഞ്ഞു എടുക്കും. ഭയങ്കര വോമിറ്റിങ്ങിൻ്റെ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ഇതാ നമുക്കൊരു ഫുഡ്. നമ്മളെ ഗൈഡ് കണ്ടോ, നല്ല ഫുഡാട്ടോ. സാൻഡ്വിച്ച്, ഒരു പഴം, ഒരു ജ്യൂസ്. നമ്മൾ ഹോട്ടലിൽ പോലും നമുക്ക് ഇങ്ങനത്തെ നല്ല ഫുഡ് പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളിയാണ്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇനി കഴിച്ചോട്ടെ എന്താണെന്നില്ല ഞാൻ പറയുന്നത്. ടേസ്റ്റൊക്കെ ഇമ്മീറ്റ് ഇതാക്കണേ. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ. ആദ്യം വെള്ളത്തേക്ക് പോകണം എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അതുപോലെ ഒറ്റക്ക് പോലെ അവിടെ ആയുണ്ട്. ഒറ്റക്ക് പോലെ മാമ തിന്നാ വാ. ശിവ ഹോട്ടലിൽ ഇങ്ങനെ വന്നിട്ട് ഫുഡ് ഇട്ടില്ലല്ലോ. നല്ലതാണ് കരുതുള്ളൂ അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ. നല്ല ഫുഡായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. നല്ല റിവ്യൂ ആയിരുന്നു. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഷെഫും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്ര എരിവും പുളിയിലൊരു ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഷെഫ് ഫുഡ്? ഓ നല്ല വയറ് നിറഞ്ഞു. പക്ഷെ ഉമ്മാക്ക് കഴിച്ചാൻ പറ്റിയില്ല. ഉമ്മാക്ക് വോമിറ്റിംഗ് ആയിട്ട് ഭയങ്കര പ്രശ്നം. നല്ല ടേസ്റ്റ് കിട്ടും. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ്
ഫുഡ് കഴിച്ചു നല്ല രീതിയിൽ കഴിച്ചു. എനിക്കതല്ല അതുമ്പോ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടോ. അടിപൊളി. എല്ലാരും ഒക്കെ മാക്സിമം എൻജോയ് ഉണ്ട്. ട്രിപ്പ് മുതലായി. ഞങ്ങളിപ്പോ കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ അൽഹംദുലില്ലാ അടിപൊളി, നല്ല എക്സ്പീരിയൻസ്, നല്ല എൻജോയ്. അപ്പൊ നമ്മളെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണ്ടോ അവിടെ. ഫിഫി ഷെബുവിന് അണ്ടർ വേൾഡ് ഗ്യാങ് അത്ര. ഇവിടെ നിൽക്കൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ ഷെബു ഇവിടെ എത്തിയേക്ക് നമ്മളെ ക്രൂസിലില്ലാണ്, എല്ലാരും പരിചയപ്പെട്ടു. ഷെബു village. Oh, okay. We are at the Kani village farm. Oh, okay. We are. Can you take WhatsApp? WhatsApp 965 No, your number one. Your WhatsApp number. Yeah. So that's WhatsApp. വാട്സപ്പന്മാർക്ക് കൊടുക്കണ്ടേ, എന്തിനാന്നാവും. അല്ല ഇവരാരാണ്, എന്തൊക്കെ ടീച്ചേഴ്സാ? എന്താ ടീച്ചേഴ്സാ? ഇവരൊക്കെ ടീച്ചേഴ്സാണ്. ഇവർക്ക് ദുബായിക്കാ പോണത്. അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ചിട്ടാ പോണത്. അങ്ങനെയല്ലേ? ഒക്കെ ഇവരൊക്കെ ടീച്ചേഴ്സാട്ടോ. അപ്പൊ നമ്മൾ ഇവര് ദുബായിക്ക്, നമ്മള് സൗദിക്ക്. അടിപൊളിയാട്ടോ. പിന്നെ ഡ്രസ്സിങ്ങിനെ നോക്കണ്ട, അത് അവരെ കൾച്ചർ, നമ്മളെ കൾച്ചർ. ഓക്കെ. അപ്പോ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ഇനി ബോട്ടിൽ കയറിയിട്ട് പോകുമ്പോ കാണാം. ഓക്കെ. അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോ ഉണ്ടായിരുന്നത് സാൻഡ് ബാഗ് ഐലാൻഡിലായിരുന്നു. ഇവിടുന്ന് പോവാണ്. ഇനി നമ്മൾ ഡോൾഫിന്റെ സ്ഥലത്തേക്കാണ് പോണെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പോയിട്ട് കാണാം എങ്ങനെയുണ്ട്. ഇത് സാൻഡ് ബാങ്ക് ഐലൻഡ് കേട്ടോ. മറ്റേ ഐലൻഡിലൊക്കെ പേരൊക്കെ അറിയാം. മറ്റേ ഐലൻഡ് പേരൊക്കെ പറഞ്ഞു തന്നിരുന്നു, പക്ഷെ ശരിക്കും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം മുന്നിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ തന്നിരുന്നത്, പക്ഷെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് സാൻഡ് ബാങ്ക് ഐലൻഡ്. ഓക്കെ. അപ്പൊ നമ്മളിനി പോകട്ടോ അടുത്ത ഡോൾഫിന്റെ സ്ഥലത്തേക്ക്. ഞാനൊക്കെ മാക്സിമം ടയർഡായിട്ടോ. വൊമിറ്റിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ബോട്ട് ഇങ്ങനെ കടന്ന് ആടുകയല്ലേ കേട്ടോ. ഭയങ്കര വൊമിറ്റിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ടയർഡാകാൻ പറഞ്ഞാൽ മാക്സിമം ടയർഡായി. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഇവർക്കൊന്നും ഇത് കുഴപ്പമില്ല. ഇവർ ഫസ്റ്റ് ടൈം വെള്ളത്തിലല്ലേ. അടിപൊളി കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. രക്ഷയില്ല. എന്ത് ചെയ്യുമ്പോൾ ഷെബിൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്, പക്ഷേ നമ്മളെയും കൊണ്ട് കഴിയണില്ല. ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. നമ്മളെ ഐലൻഡിലെത്തിട്ടോ, മാപുസിയിലെത്തി. ഇതാ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാം കൊണ്ടും ഓക്കെ അല്ലേ ഷെബു? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഹലോ. അപ്പോൾ ദാ നമ്മളെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിലെത്തി. ഇന്നലെ ആയിരുന്നു കേട്ടോ എത്തിയത്. ഇന്ന് തങ്ങനെ രാവിലെയാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കണത്. ഇന്നലെ വന്നപ്പോൾ തന്നെ കടൽ വെള്ളത്തിലായതുകൊണ്ടു, കടൽ വെള്ളം വയറ്റിൻ്റെ ഉള്ളിൽ പോയത് കൊണ്ടു ഭയങ്കര ടയർഡായി. പിന്നെ വന്നപ്പോൾ മേൽവേദന, കാൽവേദന, ഭയങ്കര ക്ഷീണം. വന്നപ്പോൾ വേഗം കുളിച്ചത് കടന്നു തുടങ്ങി. ഇല്ല, എപ്പോഴും എല്ലാം റെഡി ആയിട്ടില്ല, ബെറ്റർ ആയിട്ടില്ല. ആ പരപ്പൊന്നാ പാപ്പൻ്റെ വാ, പാപ്പ കാശിയുടെ വാ. ആ പണ്ടുണ്ട് വാ, നോക്കാം ഇത് നോക്കാം. അപ്പോൾ ബെറ്റർ ആയിട്ടില്ല. ആദ്യം നമുക്ക് ഇന്നലെ മാക്സിമം നല്ലോണം എൻജോയ് ചെയ്തിട്ടോ. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് സ്നോർക്കലിങ്ങിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് കമ്മി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്. കാരണം നമുക്കത് തൊള്ളിൽ വെച്ചിട്ട് ബ്രീത്തിങ് എടുക്കുന്നതിൻ്റെ പ്രശ്നം നല്ലോണം ഫീൽ ചെയ്തു. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് പഠിച്ചപ്പോഴത്തേന് പരിപാടി കഴിഞ്ഞില്ല. പക്ഷേ എക്സ്പീരിയൻസ് പറയണമെന്നില്ല, നമ്മൾ ഈ ലോകത്തിൽ ആരും ഭംഗിയാണ് അടിത്തട്ട് കാണാൻ. എന്താ മാരകം. എനിക്കിപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ടയർഡായി. ഇൻഷാല്ല നമ്മൾ സൗദിയിൽ സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഇൻഷാല്ല അവിടെ ചെന്നിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയത് $25 നമ്മളെ ഇപ്പോൾ പോയിരുന്നത് $25 ഒരു പാക്കേജിനാണ് പോയിരുന്നത് കേട്ടോ. അത് $65 ഉണ്ട്, $100 ഉണ്ട്, അങ്ങനെ ഒരുപാട് പാക്കേജ് ഉണ്ട്. നമ്മളിത് $35 പറഞ്ഞത് $25 അതിനാണ് നമ്മൾ പോയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
എന്താ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെന്താ ചെയ്യുമ്പോൾ എനിക്ക് പറയാം? പിന്നെന്താ അതന്നെ ആകെ ടയർഡായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളെ ലോകത്തിനെയും കാട്ടി അടിപൊളിയാട്ടോ അടിത്തട്ട് കാണാന്. പുറത്തത്തെ ഇതുപോലത്തെ ഒന്നല്ല, അടിയിൽ നല്ല നല്ല കളർഫുൾ മീനുകൾ. പിന്നെ വേറെ പാക്കേജ് ഉണ്ട്, നമ്മളൊരു സ്രാവിന്റെ കൂടെ ഒക്കെ പോണത്. പിന്നെ നമ്മള് മലയാളീസ് കണ്ട പോലെ അതിന്റെ കൂടെ പോയി വന്നാണെന്ന് പറഞ്ഞു. കടലിന്റെ അടിയിൽ ഒരു ഷിപ്പ് ഉണ്ട്, 11 വർഷം മുന്നേ മുങ്ങിപ്പോയ ഷിപ്പാണ്. അതൊക്കെ കാണിച്ചു തരാം അവര്. അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് നമ്മളെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു മലയാളീസ് പോയിരുന്നു, അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്ലിപ്പ് ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെന്താ, നമ്മളെ ഈ നല്ല അടിപൊളി വിഷ്വൽസ് കണ്ടില്ലേ, അതിലധിക വിഷ്വൽസും ഞാൻ എടുത്തതല്ല കേട്ടോ. നമ്മളെ കൂടെ നമ്മളെ ട്രെയിനർ നമ്മളെ ഗോപ്രോയില് ഓർത്ത് തന്നതാണ്. കാരണം എനിക്ക് ജാക്കറ്റ് ഇട്ടതുകൊണ്ട് താഴത്തേക്ക് പോകാൻ കഴിയണില്ല. ജാക്കറ്റ് ഊരാണ്ട് നീന്താനാച്ചാലും നമുക്ക് പേടിയാണ്. നമ്മള് പൊയിൽ ചാടുന്ന മാതിരിയല്ലല്ലോ ഇപ്പൊ കടലില്, എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഒരു പേടിയും പേടിക്കല്ല, നമ്മളെ ട്രെയിനേഴ്സ് അത്രക്കും പക്കയാണ്. നമുക്ക് ഏതിലുമാണെങ്കിൽ ഒരു കൊണ്ടുപോകും, നമ്മളെ കൂടെ ഓരോരുത്തരും ഉണ്ടാവും കേട്ടോ. അതായത് ഇപ്പോൾ ഷെബുവിൻ്റെ ഒരാളാണ്, എനിക്കൊരാൾ, നമ്മളെ കൂടെ അതായത് 4-5 ആൾക്ക് ഒരാളായിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമ്മളെന്താ ചെയ്യണത്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരു സ്പോട്ട് എത്തുമ്പോൾ അവരെല്ലാവരും എടുത്ത് ചാടും. അപ്പൊ നമ്മൾ ചാടുമ്പോൾ എന്നിട്ട് ഒരു സേഫ് ആണോ നോക്കിയിട്ട് മാത്രമേ നമ്മളെ ചെയ്യിപ്പിക്കുള്ളൂ. അത് അടിത്തട്ടുന്ന ഫോട്ടോ എടുത്തരും. അപ്പോൾ ഞാൻ ഗോപ്രോണ്ട് മാക്സിമം കുറച്ചൊക്കെ വിഷ്വൽസ് ഞാൻ എടുത്തു, കാരണം എനിക്ക് ഹോൾഡിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, ട്രെയിനോടാണ്, എനിക്ക് അടിയിൽ നിന്ന് കുറച്ച് അടിപൊളി നല്ല വിഷ്വൽസ് എടുത്തിട്ട് പറഞ്ഞപ്പോൾ ഗോപ്രോ മേടിച്ചിട്ട് സിമ്പിളായിട്ട് പോയിട്ട് ഒരു ജാക്കറ്റ് ഒന്നും ഇടുന്നില്ല. ഓൾക്ക് ജാക്കറ്റിന്റെ ആവശ്യമില്ല, ഒരു അടിപൊളി കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും എടുത്തുന്നു. പിന്നെ എന്താ ആമനെ കണ്ടിട്ടു എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല, മാരകം. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ണിങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അതേമാതിരി ഡോൾഫിൻ നമ്മളെ ബോട്ടിന്റെ കൂടെ നമ്മളെ പിന്നാലെ ഇങ്ങനെ വരും. ഒട്ടുക്കത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒട്ടുക്കത്തെ ഫീലിംഗ് ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റാണ് ഞാൻ ഈ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നല്ല എന്താ അടിപൊളി ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെന്താ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊരു വേറൊരു ഒരു ഇതുകൂടി ഉണ്ടല്ലേ, ഒരു പാക്കേജ് ഉണ്ട്, ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇൻഷാല്ലാ വൈകാതെ പെട്ടെന്ന് വരുന്നുണ്ട് അല്ലേ? ചെയ്യൂലേ? പേടിയുണ്ടോ? പേടി കുറച്ചൊക്കെ ഉണ്ട്, പേടിയുണ്ട് അത്ര ഷെബുവിന്. പക്ഷെ എന്തായാലും ഞങ്ങൾ ചെയ്യും കേട്ടോ. കാരണം ഇനി ഇപ്പൊ ഇങ്ങോട്ട് നമ്മളിപ്പോ ഇതിനായിട്ട് ഇങ്ങോട്ട് വരലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി സ്നോർക്കലിങ്ങിന് പോകണ്ട കേട്ടോ, അത് ഇനി വേണ്ട. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ സ്രാവിന്റെ കൂടെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ വേണ്ട, ഷെബുവിന് ടയർഡാണ്, ഇനി ഉമ്മല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മള്. അപ്പോൾ എന്താ നമ്മൾ ലാസ്റ്റ് ആ ഷിപ്പിന്റെ വീഡിയോ ഒന്ന് ആഡ് ചെയ്ത് കേട്ടോ. നമ്മളെ ഈ ട്രെയിനർ പറഞ്ഞില്ലേ, ആ ട്രെയിനർ എടുത്ത വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്താൽ, കാരണം എത്ര കൊല്ലം പഴക്കുണ്ടായിരുന്നു? 11 കൊല്ലം പഴക്കല്ല ഷിപ്പ്, അടിയിൽ മുങ്ങിപ്പോയത് അങ്ങനെ എന്തൊന്നും പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. അപ്പോൾ അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, കുഴപ്പമൊന്നുമില്ല. ബൈ.